എനിക്ക് അയച്ച നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 50,000 രൂപ എൻ്റെ ശമ്പളം കൊടുത്തതിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കത്തും അതിൻ്റെ കൂടെ എനിക്ക് അയച്ച റിസീറ്റും കൂടെ എൻ്റെ കടലാസ് റിട്ടേണിലുണ്ട്. അതായിരുന്നു അവരുടെ പ്രതികരണം. അപ്പം ഞങ്ങൾ ഉൾപ്പെടെ MLA മാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രളയത്തിൻ്റെ കെടുതി പരിഹരിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ എഫർട്ടിനോട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും പാർട്ടി തലത്തിൽ ഞങ്ങൾ നടത്തിയ പരിശ്രമങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അത് ഞങ്ങൾ പൈസ ഉണ്ടായിക്കോളൂ, നിങ്ങൾ ആരും തരണം. അതാരും ഒന്നുകൊണ്ട് വൈകിട്ട് ഇത്തരം ഒരു കാര്യത്തിൽ വലിയ വൈകലുണ്ടായിട്ടില്ല. ഇതിന് ഒരുപാട് പ്രോസസ്സുണ്ട്. ഒറ്റ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന് ആദ്യമേ വേണ്ടത് സ്ഥലമാണ്. ആ സ്ഥലം ഗവൺമെൻറ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്യണം. അതിന് ഗവൺമെൻറ് റിക്വസ്റ്റ് കൊടുത്തു, സ്ഥലം അലോട്ട് ചെയ്തില്ല. വയനാട്ടിലെ സ്ഥലം വാങ്ങണമെങ്കിൽ ഇപ്പം അവിടുത്തെ ഒരു തോട്ടം സ്ഥലം മേടിക്കണമെങ്കിൽ അതിന് എക്സംഷനും കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് അതിന് സഹകരിച്ചില്ല. അതിനുശേഷം ഞങ്ങളുടെ സ്വകാര്യ സ്ഥലം ഞങ്ങളുടേതായിട്ട് തന്നെ ഞങ്ങൾ സമ്പാദിക്കാൻ ഞങ്ങൾ വാങ്ങുന്നു. അതിൻ്റെ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോയി. അല്ലല്ല, നിങ്ങൾക്ക് മലയാളം മനസ്സിലാവില്ല. അതെ, അതിനേക്കാൾ കൂടുതൽ മുടക്കി. നിങ്ങൾക്ക് മനസ്സിലായില്ല. വേറെ ചോദിക്കും, ഇവരോട് ചോദിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.